الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم كذلك زينا لكل أمة عملهم ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി കഅബയും അതിനു ചുറ്റും നിർവഹിക്കപ്പെടുന്ന ഹജ്ജ് കർമ്മവും വിശ്വാസികൾക്കും മാനവ സമൂഹത്തിനും നൽകിക്കൊണ്ടിരിക്കുന്ന ഉദാത്തമായ പാഠങ്ങളെക്കുറിച്ചായിരുന്നു പ്രതിപാദനം. തെളിഞ്ഞ ഏകദൈവ വിശ്വാസത്തിന്റെ ഉറച്ച സന്ദേശമാണ് കഅബയും അതിന്റെ പരിസരത്ത് അല്ലാഹു സ്ഥാപിച്ചു വെച്ച അടയാളങ്ങൾ, ബയ്യിനാത്ത്, ദൃഷ്ടാന്തങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നും, രണ്ടാമതായി മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ, മനുഷ്യപ്പറ്റിൻ്റെ ഉദാത്തമായ സന്ദേശമാണ് ഈ ഭവനവും അതിൻ്റെ പരിസരത്ത് നടക്കുന്ന കർമ്മങ്ങളും നമുക്ക് നൽകുന്നത് എന്നും നാം മനസ്സിലാക്കി. 5 മീഖാത്ത് കഴിഞ്ഞ് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ പുണ്യഭൂമിയിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നതോടുകൂടി അവരെ വേർതിരിക്കുന്ന വേർതിരിവിൻ്റെ അടയാളങ്ങളൊന്നും അവശേഷിക്കാതെ ഞങ്ങൾ മനുഷ്യർ, ഞങ്ങൾക്ക് മുകളിൽ നാഥനായ അല്ലാഹു മാത്രം എന്ന മാനവിക ഐക്യത്തിൻ്റെ ഉദാത്തമായ ഭാവം ഈ ഭവനവും അതിനു ചുറ്റും നടക്കുന്ന കർമ്മവും
നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ദുൽഹജ്ജ് 8 മുതൽ 13 കൂടിയ 6 ദിനങ്ങളിൽ ലക്ഷോപലക്ഷം മനുഷ്യർ ഒന്നിച്ച് ഒരേ സ്ഥലത്ത് ഒരേ സമയം നിർവഹിക്കുന്ന ഉദാത്തമായ ഈ കർമ്മത്തിലൂടെ സാമൂഹികതയുടെ ഏറ്റവും ഉയർന്ന ദൃശ്യം കാഴ്ചവെക്കാൻ ഈ കർമ്മത്തിന് സാധിക്കുന്നു. ഒത്തുജീവിതത്തിന്റെ വലിയ വലിയ പാഠങ്ങൾ പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ കർമ്മം ഇത്രയും മനുഷ്യരുടെ കൂടെ ഒന്നിച്ചു നിർവഹിക്കാൻ കഴിയൂ എന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നല്ല, ഇസ്ലാം മുമ്പിൽ വെക്കുന്ന ആത്മീയതയുടെ വലിയ ഒരു മുഖം ഈ ആരാധന നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യരുടെ കൂടെ കൂടിക്കൊള്ളുക. മനുഷ്യരിലൂടെ മാത്രമേ നിങ്ങൾക്ക് നാഥനെ പ്രാപിക്കാൻ കഴിയൂ എന്ന ഇസ്ലാമിക ആത്മീയതയുടെ ഇതര മത വിഭാഗങ്ങളുടെ കാഴ്ചപ്പാടിലെ ആത്മീയതയിൽ നിന്ന് ഭിന്നമായിട്ടുള്ള സവിശേഷമായ വശവും ഈ ആരാധന നമ്മെ പഠിപ്പിക്കുന്നു. ഇതിനോടൊപ്പം എക്കാലത്തും സമൂഹം അവഗണിച്ച വിഭാഗങ്ങളെ പരിഗണിക്കുക എന്നത് ഇസ്ലാമിന്റെ സവിശേഷമായ ഒരു രീതിശാസ്ത്രമാണ് എന്നും ഹാജറ റളിയല്ലാഹു തആല അൻഹയെ ഹിജ്ർ ഇസ്മായിലിലൂടെ സഫാ മറവകളിലെ സഅയിലൂടെ പരിഗണിച്ച അല്ലാഹു വലിയ ഒരു പാഠമായി ഈ ഭവനത്തോട് ചേർത്ത് വെച്ച് നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. മനുഷ്യത്വത്തിന്റെ ഇത്രയും ഉദാത്തമായ ഭാവങ്ങൾ കഅബയും അതിന്റെ പരിസരവും അതിനു ചുറ്റും അതിന്റെ സമീപത്തുമായി നിർവഹിക്കപ്പെടുന്ന ഈ കർമ്മവും നമ്മെ പഠിപ്പിക്കുന്നു എന്നാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം മനസ്സിലാക്കിയത്. അതിന്റെ തുടർച്ചയിൽ തന്നെ മാനവികതയുടെ ഈ ഉദാത്തമായ പാഠങ്ങളിൽ ഇസ്ലാം ചേർത്ത് വെക്കുന്ന 2 വലിയ വസ്തുതകൾ കൂടി ഇന്നത്തെ ഖുതുബയിൽ മാന്യ സദസ്സിനെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. യഥാവിധി വിഷയം അവതരിപ്പിക്കാൻ എന്നെയും ഉൾക്കൊള്ളാൻ നിങ്ങൾ ഓരോരുത്തരെയും നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ചരിത്രമറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹറമിൽ താമസിക്കുന്ന സന്ദർഭങ്ങളിൽ ആ മതാഫിലേക്കും മതാഫിനാൽ ചുറ്റപ്പെട്ട കഅബയിലേക്കും നോക്കിയിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ചരിത്രത്തിന്റെ ഒരു ചിന്ത് ഓർമ്മയിൽ വരും. അത് മക്കം ഫത്ഹിന്റെ ആ രംഗമാണ്. ഹിജ്റ 8ാമത് വർഷത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വളരെ അടുത്ത അനുയായികളുമായി പ്ലാൻ ചെയ്ത ഒരു പദ്ധതിക്കൊടുവിൽ മക്കക്കാർക്ക് തടയാൻ കഴിയാത്ത വിധം അവർ കരുതാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വ്യത്യസ്ത വഴിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുചരന്മാരും മക്കയിലേക്ക് കടന്നു വന്നു. തടയാൻ കഴിയാത്ത വിധം നിസ്സഹായരായി പോയി മക്കയിലെ മുശ്രിക്കീങ്ങൾ. ഒരു കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടും അവര് വിലക്കുകയും കൊന്നുകളയാൻ തീരുമാനിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നാട് വിട്ടു പോകേണ്ടി വന്ന പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധസന്നാഹങ്ങളിലൂടെ അവർ തളർത്താൻ ശ്രമിച്ചിട്ടും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ തളരാതെ വളർന്നു വന്ന മദീന, ആ മദീനയിൽ നേതൃത്വം കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുചരന്മാരും തങ്ങളുടെ സ്വദേശത്തേക്ക് മക്കയിലേക്ക് തിരിച്ചു വന്നു. കൂടെ മദീനയിലെ അൻസാറുകളായ സഹാബത്തും. തടയാൻ ഇവർക്ക് സാധിച്ചില്ല. പലരും പതറിപ്പോയി. ചരിത്രം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ചില ആളുകളൊക്കെ ജദ്ദയുടെ ഭാഗത്തേക്ക് ഓടിയെന്നാണ്. ജിദ്ദ എന്ന് നമ്മൾ പറയുന്ന ജദ്ദ. റസൂലിന്റെ സഹാബത്തിൽ ഒരു ടീം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, കുറെ ആളുകൾ ജദ്ദയുടെ ഭാഗത്തേക്ക് ഓടിപ്പോകുന്നു.
പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും പ്രതികാരം ചെയ്യുമോ എന്ന് ഭയന്നിട്ട് ജദ്ദയിലേക്ക് ഓടി കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാനാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി അവരോട് പറഞ്ഞത്രേ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവരെ തിരിച്ചു കൊണ്ടുവരും. നിർദ്ദേശം കേട്ടപ്പോൾ സഹാബത്തിൽ കുറെ ആളുകളുടെ പിന്നാലെ ഓടി. മുമ്പേ ഓടിക്കൊണ്ടിരിക്കുന്നവർ തിരിഞ്ഞു നോക്കുമ്പോ തങ്ങളുടെ പിന്നാലെ ആളുകൾ ഓടി വരുന്നു. പിടിക്കാനും കൈകാര്യം ചെയ്യാനുമാണെന്ന് അവർ വീണ്ടും ധരിച്ചു വശായി. അവർ ഓട്ടത്തിന് വേഗത കൂട്ടി. സഹാബയെ കിറാമിൽ ഇവരെ പിന്തുടർന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ആളുകൾ വെളുത്ത തുണിയെടുത്ത് വീശിക്കൊണ്ട് ഓടിക്കൊണ്ടിരുന്നു, സമാധാനത്തിന്റെ ചിഹ്നം അവരെ കാണിക്കാൻ. വീണ്ടും അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ വെളുത്ത തുണിയെടുത്താണ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഭയപ്പെടേണ്ടതില്ല, ശാന്തിയും സമാധാനവുമാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നവർക്ക് മനസ്സിലായി. ഓട്ടം നിർത്തിയ അവരെ തിരിച്ചു കൊണ്ടുവന്നു, വീണ്ടും മക്കയിലേക്ക് തന്നെ. ഈ സന്ദർഭത്തിലാണ് വക്ഷി എന്ന് പറയുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഉഹദിന്റെ രണാങ്കണത്തിൽ ചതിയിൽ കൊന്ന ഹിന്ദിന്റെ അടിമ യമനിലേക്ക് ഒളിച്ചോടിയത്. എല്ലാവരുടെയും മനസ്സിൽ പ്രതികാരം ചെയ്യപ്പെടും എന്നായിരുന്നു അവർ പേടിച്ചിരുന്ന അവസ്ഥ. കയ്യിൽ പെട്ടുപോയാൽ കൊന്നുകളയും, അത്രയും ക്രൂരതയാണ് അവർ അദ്ദേഹത്തോട് കാണിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ അനുചരന്മാരോടും. വലിയ വലിയ നായകന്മാർ തലതാഴ്ത്തി നിൽക്കുകയാണ്. മക്കയിലെ മുടിചൂടാ മന്നന്മാർ, ആ നാട്ടുകൂട്ട പ്രമാണിമാരുടെ സ്വേച്ഛാധിപത്യവും അവരുടെ താല്പര്യവും കയ്യൂക്കുമായിരുന്നു മക്കയുടെ ഭരണവും നിയമവും ക്രമവും. അതായിരുന്നു അന്നത്തെ മക്ക. ഉത്ബത്തും ഷൈബത്തും അബൂ സുഫിയാനും അബൂജഹലും ഉമയ്യത്ത് ബിൻ ഖലഫും വലീദ് ബിൻ മുഗീറയും ഒക്കെയാകുന്ന ഗടാഗടികന്മാർ, അവർ എന്ത് ഇച്ഛിക്കുന്നുവോ അത് നടക്കുന്ന ഇടമായിരുന്നു മക്ക. ആ സ്വേച്ഛാ പ്രമത്തതയിൽ മതിമറന്ന് മുന്നോട്ട് പോയിരുന്ന ആ ആളുകൾ ഇപ്പോൾ നിസ്സംഗരായി തലതാഴ്ത്തി നിൽക്കുകയാണ്, നമ്രശിരസ്കരായി. ചരിത്രത്തിൽ അങ്ങനെ ഒരു ദിനം വരുമെന്ന് ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഏത് ഭൂപ്രദേശത്തും ഏകാധിപത്യ സ്വേച്ഛാധിപത്യ പ്രവണതയിൽ ആര് മുന്നോട്ട് പോയോ അവർക്ക് വേണ്ടി കരയാൻ ആളില്ലാത്ത ഒരു ദിനം സംഭവിക്കുമെന്ന് ചരിത്രം വീണ്ടും നമ്മെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇവരുടെ അധികാരവും ആധിപത്യവും ജയവും മാത്രമല്ല ലോകത്ത് പുലരുക. വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, ജയപരാജയത്തിന്റെ നാളുകൾ നാം ജനങ്ങൾക്കിടയിൽ കറക്കിക്കൊണ്ടിരിക്കും. അത് ചാക്രികത പോലെ സംഭവിക്കും. മുടിചൂടാ മന്നനായി മന്നന്മാരായി നിന്നവർ അവർക്ക് വേണ്ടി കരയാൻ ആളില്ലാത്ത വിധം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന നിന്ദ്യമായ കാഴ്ച ലോകത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ വമാ ബക്കത അലൈഹിമുസ് സമാഉ വൽ അർദ്, സൂറ അദ്ദുഖാൻ 29-ാമത്തെ ആയത്ത്. അവർക്ക് വേണ്ടി ആകാശവും ഭൂമിയും കരയില്ല. ലിബിയയിലെ ഏകാധിപതിക്ക് വേണ്ടി കരയാൻ ആകാശത്തിനോ ഭൂമിക്കോ കണ്ണുനീരില്ലാത്തതുപോലെ 30 വർഷത്തോളം സ്വേച്ഛാധിപത്യം കൊണ്ടു നടന്ന ഈജിപ്തിലെ ഭരണാധികാരിക്ക് വേണ്ടി കരയാൻ ആളുകളില്ലാതെ പോയതുപോലെ ഇതൊക്കെ ചരിത്രത്തിന്റെ ഒരു ആവർത്തനമാണ്. അങ്ങനെ ഈ മക്കയെ കൊണ്ടു നടന്നിരുന്ന ഈ സ്വേച്ഛാധിപത്യ ക്രമത്തിന്റെ വക്താക്കൾ തലതാഴ്ത്തി നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല അവിടെ. അവർക്ക് വേണ്ടി ആകാശവും ഭൂമിയും കരഞ്ഞില്ല. ഈ സ്വേച്ഛാധിപത്യ പ്രമത്തതയുമായി മുന്നോട്ട് പോയ നാട്ടുകൂട്ട പ്രമാണിമാർ തലതാഴ്ത്തി നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ സഹാബത്തിൽ ഒരാൾ ആവേശഭരിതനായിട്ട് വിളിച്ചു പറഞ്ഞു, അൽ യൗമു യൗമുൽ മൽഹമ, ഇന്ന് പ്രതികാരത്തിന്റെ ദിനമാണ്. നാം ഇന്ന് പ്രതികാരം ചെയ്യും. നമ്മളോട് ചെയ്തതിന് നാം ഇന്ന് തിരിച്ച് പ്രതികാരം ചെയ്യും. അദ്ദേഹം ആവേശഭരിതനായിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഈ വർത്തമാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീരെ പിടിച്ചില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സമ്മേളിച്ച സകല ആളുകളുടെയും ശബ്ദത്തെ അതിജയിക്കുമാറ്, വിജയത്തിന്റെ കാഹളം മുഴങ്ങുന്ന ആ ശബ്ദ പ്രഘോഷിതമായ ആ ആരവങ്ങളെ അതിജയിക്കുമാറ് ഉറക്കെ പറഞ്ഞു, ലാ ലാ അൽ യൗമു യൗമുൽ മർഹമ. അങ്ങനെയല്ല, പറഞ്ഞത് ഒട്ടും ശരിയല്ല. ഇന്ന് പ്രതികാരത്തിന്റെ ദിനമല്ല, ഇന്ന് കാരുണ്യത്തിന്റെ ദിനമാണ്.
പ്രതികാരം എന്ന ഒന്ന് തിരുനബിയുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികാരത്തിന്റെ ഒരു ഇസ്ലാം എന്നത് ഇസ്ലാമോട്ട് പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇത്രയും നേതാക്കന്മാർ തങ്ങളോട് ക്രൂരത കാണിച്ചവർ ഇങ്ങനെ നിൽക്കുമ്പോ ആ അവസ്ഥ കാണുമ്പോൾ ആവേശഭരിതനായിട്ട് പറഞ്ഞു പോയേക്കാം. ഒരു സഹാബി അങ്ങനെ പറഞ്ഞു പോയി, ഇന്ന് പ്രതികാരത്തിന്റെ ദിനമാണെന്ന്. റസൂലുള്ളാഹി തിരുത്തിയിട്ട് പറഞ്ഞു, അല്ല, ഇന്ന് കാരുണ്യത്തിന്റെ ദിനമാണ്. വളരെ ശാന്തനായി അദ്ദേഹം ഈ മുൻനിരയിൽ നിൽക്കുന്ന ഈ ഏകാധിപത്യ സ്വേച്ഛാധിപത്യ പ്രവണതയുമായി നടന്നിരുന്ന നാട്ടുകൂട്ട പ്രമാണിമാരോട് ചോദിച്ചു, നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? അവര് പറഞ്ഞ മറുപടി, അൻത അഖുൻ കരീം വ ഇബ്നു അഖിൻ കരീം. നീ മാന്യനായ ഞങ്ങളുടെ സഹോദരനാണ്, ഞങ്ങളുടെ മാന്യനായ സഹോദരന്റെ പുത്രനാണ്. അതുകൊണ്ട് ഞങ്ങൾ നിന്നിൽ നിന്ന് മാന്യത പ്രതീക്ഷിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞ മറുപടി, ഇദ്ഹബൂ അൻതും തുലഖാ. നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം. നിങ്ങളോട് പ്രതികാരമില്ല, ആരോടും പ്രതികാരമില്ല, നിങ്ങൾ സ്വതന്ത്രരാണ്, പോയിക്കൊള്ളുക എന്ന്. ചരിത്രം അറിയുന്ന ഒരാൾക്ക് ആ ഹറമിൽ ഹജ്ജിന് വേണ്ടി ചെന്നിട്ട് അവിടെ താമസിക്കുമ്പോ ആ മത്താഫിൽ കഅബക്ക് ചുറ്റും തവാഫ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ രംഗം നിരീക്ഷിക്കുന്ന അതേ മാത്രയിൽ ഈ സംഭവം ഓർമ്മയിൽ വരും. മാപ്പിന്റെ, വിട്ടുവീഴ്ചയുടെ, സഹിഷ്ണുതയുടെ, സഹാനുഭൂതിയുടെ ഉദാത്തമായ ഭാവം കാഴ്ചവെച്ച കാരുണ്യത്തിന്റെ പ്രവാചകൻ. ആ പ്രവാചകന്റെ കാരുണ്യാതിരേകത്താൽ ഉടലിൽ തലയുറപ്പിച്ച് ജീവിക്കാൻ കഴിഞ്ഞ വലിയ വലിയ ആളുകൾ, ഇസ്ലാമിന്റെ കണ്ടകോടാലികളായിരുന്നവർ, അവർക്ക് ലഭ്യമായ സ്വാതന്ത്ര്യം, അവർക്ക് ലഭ്യമായ മാപ്പിന്റെ, വിട്ടുവീഴ്ചയുടെ ഉദാത്തമായ ഭാവം അവർ ശരിക്കും ആസ്വദിച്ചു. ചരിത്രം അത് കൃത്യമായി രേഖപ്പെടുത്തി. ഈ മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ ഭാവം ഈ ഭവനവും ആ ഭവനത്തിന്റെ സന്ദേശവുമായി വന്ന പ്രവാചകനും നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ച ഉദാത്തമായ ഒന്നാണ്. പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് ഇസ്ലാമിന്റെ ആളുകൾ മാറിപ്പോയി. എല്ലാവരും എന്ന് ഈ പറഞ്ഞ അർത്ഥമില്ല, കുറച്ചെങ്കിലും ആളുകൾ. അപ്പോൾ ക്രമേണ ഇസ്ലാം വെട്ടിന്റെയും കുത്തിന്റെയും ഇസ്ലാമായി. അത് രക്തദാഹത്തിന്റെയും പ്രതികാര വാഞ്ചയുടെയും ഇസ്ലാമായിട്ട് മാറി. ലോകത്ത് അങ്ങനെ ഒരു ഇസ്ലാം ആയിരുന്നില്ല പരിചയപ്പെടുത്തപ്പെടേണ്ടത്. അങ്ങനെ ഒരു ഇസ്ലാമിനെ ഈ ഭവനം പരിചയപ്പെടുത്തിയിട്ടില്ല. ഈ ഭവനത്തിന്റെ തിരിച്ചുപിടുത്തം യഥാവിധി നിർവഹിച്ച പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ ഒരു രീതി കാഴ്ചവെച്ചില്ല. യഥാർത്ഥത്തിൽ ആ ഭവനം ഏതൊരു നാഥനെ വാഴ്ത്താൻ വേണ്ടിയാണോ പണി കഴിപ്പിക്കപ്പെട്ടത്, ആ നാഥന്റെ താല്പര്യത്തിന് വിരുദ്ധമായി അതിന്റെ അകവും പുറവും ഇത്രമേൽ പ്രതിഷ്ഠകളാൽ നിബിഡമാക്കി ആ സ്വച്ഛമായ ഇസ്ലാമിക ദർശനത്തെ കീഴ്മേൽ മറിച്ചിട്ടും അവിടെ പ്രതികാരത്തിന്റെ ഒരു രീതിശാസ്ത്രം ഉണ്ടായില്ല. ആ ഭവനത്തിന്റെ മടിത്തട്ടിൽ ജനിച്ച് വളർന്ന് ആ ഭവനത്തിന്റെ ചുറ്റും ജീവിക്കുന്ന സമൂഹത്തിന്റെ കണ്ണിലുണ്ണിയായ ഒരു പ്രവാചകനായി എന്ന ഒറ്റ കാരണത്താൽ സമൂഹത്തിൽ നിന്ന് ആട്ടി അകറ്റപ്പെടുകയും ആ നാട് അദ്ദേഹത്തിന് വിലക്കപ്പെടുകയും ചെയ്തപ്പോഴും തിരിച്ചു പിടിച്ച പ്രവാചകൻ ഇങ്ങനെ ഒരു പ്രതികാരം കാഴ്ചവെച്ചില്ല. സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആത്മഹത്യ ചെയ്യാൻ പോയവരെ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളോട് പ്രതികാരമില്ല, നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം എന്ന ഉദാത്തമായ സന്ദേശമായിരുന്നു ഈ പ്രവാചകൻ നൽകിയത്. ഇത് ഈ ഭവനത്തിന്റെ സന്ദേശം കൂടിയാണ്. അത് അള്ളാഹുവിന്റെ ഭവനം നൽകുന്ന ഏറ്റവും ഉന്നതമായ മനുഷ്യപ്പറ്റിന്റെ ഒരു മുഖമാണ്. വിട്ടുവീഴ്ചയുടെ, സഹിഷ്ണുതയുടെ, മാപ്പിന്റെ ഉദാത്തമായ രീതിശാസ്ത്രം വിശ്വാസികൾക്ക് സാധ്യമാകണം. വല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക, നിങ്ങൾ മാപ്പ് നൽകുക. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ ചെയ്തു കൂട്ടിയ പാതകങ്ങൾക്ക് നാഥൻ നിങ്ങൾക്ക് മാപ്പ് നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളോട് കാണിച്ച പാതകത്തിന് കാണിച്ചവരോട് നിങ്ങൾ മാപ്പ് കാണിക്കുക. അള്ളാഹു ഉപാധി വെച്ച് സംസാരിക്കുകയാണ്. പലപ്പോഴും ഇത്തരം വിഷയത്തിൽ നാഥൻ ഉപാധി വെച്ചാണ് സംസാരിക്കുക. കാരുണ്യത്തെ കുറിച്ച് പറയുന്നിടത്തും മാപ്പിനെ കുറിച്ച് പറയുന്നിടത്തും ഒക്കെ നാഥൻ ഉപാധി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തമ്പുരാന്റെ കാരുണ്യം ആവശ്യമാണോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരോട് കാരുണ്യം കാണിക്കണം. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ, തിരുവചനമാണ്.
ഭൂമിയിൽ ജീവിക്കുന്നവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുവിൻ, എങ്കിൽ ആകാശത്തെ തമ്പുരാൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്നാണ്. അപ്പോൾ കൂടെ ജീവിക്കുന്നവരോട് നിങ്ങൾക്ക് കാരുണ്യം കാണിക്കാൻ കഴിഞ്ഞാലേ നിങ്ങൾ നാഥന്റെ കാരുണ്യം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന്. മാപ്പിനെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ സൂറ അന്നൂറിലെ 22-ാമത്തെ ആയത്ത്, വൽയഅഫു വൽയസ്ഫഹു, നിങ്ങൾ മാപ്പ് കൊടുക്കുക, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളിൽ നിങ്ങൾക്ക് മാപ്പ് നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളോട് എതിരിട്ട, നിങ്ങളോട് അന്യായം കാണിച്ച നിങ്ങളുടെ ശത്രുവിന് പോലും മാപ്പ് കൊടുക്കണം എന്ന് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നു, വേദഗ്രന്ഥം പഠിപ്പിക്കുന്നു. അത് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുകയാണ് മഹാനായ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മക്കം ഫത്ഹിന്റെ ഈ വേളയിൽ കഅബയുടെ തിരുമുറ്റത്ത് വെച്ച് ഇത്രയും ഉദാത്തമായ മാപ്പിന്റെ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയതിലൂടെ എന്ന് സഹോദരീ സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയണം. പക്ഷെ ഈ പാഠം ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര പകയുടെ വിദ്വേഷത്തിന്റെ ഒരു മനസ്ഥിതി, ഒരു മനഃശാസ്ത്രം എങ്ങനെയോ നമുക്കിടയിൽ പഠിപ്പിക്കപ്പെടുന്നു എന്നും ഏതാനും ആളുകളെങ്കിലും ആ വലയത്തിൽ നിയന്ത്രിക്കുന്നവർ ആരെന്നറിയാതെ അവർ ഇസ്ലാമിന് ഉണ്ടാക്കുന്ന ആഘാതം, പരുക്ക്, അതിന്റെ ആഴമെത്ര എന്നറിയാതെ പ്രവർത്തിക്കുന്നു എന്നും നമ്മുടെ കാലഘട്ടത്തെ കുറിച്ച് മുൻവിധികളില്ലാതെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരന്മാരെ, സംഘട്ടനത്തിന്റെ ഒരു മതമല്ല ഇസ്ലാം. സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘട്ടനമല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി ഏതറ്റം വരെയും വിട്ടുവീഴ്ചയിലൂടെ മുന്നോട്ട് പോയിട്ട് സംസ്കാരങ്ങളുടെ ഒരു സമന്വയം നടക്കണമെന്നാണ് ഇസ്ലാമിന്റെ ആഗ്രഹം. നമ്മുടെ ഇതുപോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന്റെ ഉദ്ദേശ്യം സാക്ഷാത്കരിച്ചുകൊണ്ട് നടത്തിയ ഈ മാപ്പിന്റെ പ്രഖ്യാപനത്തിന് വലിയ വിലയുണ്ട് എന്ന് കേരളീയ സമുദായവും ഇന്ത്യയിലെ മുസ്ലിം സമുദായവും ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ ഇതര സംസ്കാരങ്ങളുമായി ഒത്തുനിന്നുകൊണ്ട് വിട്ടുവീഴ്ചയുടെ, സഹിഷ്ണുതയുടെ ഉദാത്തമായ പാഠം കാഴ്ചവെക്കാൻ നമുക്ക് കഴിയണമെന്നാണ് ഇസ്ലാമും ഇസ്ലാമിലെ പ്രവാചകനും ഇസ്ലാമിന്റെ കേന്ദ്രമായ ഈ ഭവനവും നമുക്ക് പഠിപ്പിച്ചിരുന്ന മഹിതമായ ആശയമെന്ന് സഹോദരന്മാരെ നമ്മൾ അറിയുക. മുഖദ്ദിമയിൽ ഓതിവെച്ച ആയത്ത് സൂറ അൻആം 108-ാമത് സൂക്തമാണ്. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ വിട്ടു ഇതര ദൈവങ്ങളെ, ആരാധനാമൂർത്തികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മതങ്ങളും സംസ്കാരങ്ങളും ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നത് യാഥാർത്ഥ്യമാണ്. അവരുടെ ആരാധനാമൂർത്തികളെ, പ്രതിഷ്ഠകളെ, ദേവന്മാരെ, ദേവിമാരെ നിങ്ങളായിട്ട് ചീത്ത പറയരുത്, നിങ്ങൾ അപഹസിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുത്. അപ്പോൾ അവർ നിങ്ങളുടെ മൂർത്തി എന്ന നിലക്ക്, നിങ്ങൾ ആരാധിക്കുന്ന അനുസരിക്കുന്ന തമ്പുരാൻ എന്ന നിലക്ക് അള്ളാഹുവിനെ ചീത്ത പറയും, അള്ളാഹുവിനെ അപഹസിക്കും. അള്ളാഹുവിനെ അർപ്പിക്കുന്ന ആരാധനകളെ, അവൻ ആരാധന അർപ്പിക്കുന്ന കേന്ദ്രങ്ങളെ എല്ലാം അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. അതുവൻ അവരുടെ കൂടി നാഥനാണ് അല്ല എന്നറിയാതെ ശാസ്ത്രവത്തിന്റെ, വർഗീയതയുടെ, വിദ്വേഷത്തിന്റെ ആ സംഘട്ടനത്തിന്റെ രീതിശാസ്ത്രം ഉണ്ടായി വരും. അത് വർഗീയമായ, വിദ്വേഷപരമായ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കും. അത്തരം ഒരു സ്ഥിതിവിശേഷം സംഭവിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി നമ്മുടെ ഇതുപോലുള്ള ഒരു സാമൂഹിക ക്രമത്തിൽ ഇങ്ങനെ ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് സർഗാത്മകമായി ഉൾക്കൊള്ളുന്ന, എല്ലാ മതവിഭാഗങ്ങളെയും ആ നിലക്ക് അംഗീകരിക്കുന്ന, അവരുടെ ആരാധനാമൂർത്തികളെ അപഹസിക്കാത്ത, പരിഹസിക്കാത്ത ഒരു രീതിയിലേക്ക് മാറാൻ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂറ അൻആമിലൂടെ കൽപ്പന എന്നോണം, അപഹസിക്കരുത് എന്ന നിരാകരണത്തിന്റെ, നിരോധത്തിന്റെ വലിയ കൽപ്പന എന്നോണം നമ്മെ പഠിപ്പിക്കുന്ന കാര്യവും നാം ഓർക്കുക. അപ്പോൾ മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ ഒരു പാഠമാണത്. അത് ഈ ഖുർആൻ, ഈ ഭവനം, ഈ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച പാഠമാണ്. ഹജ്ജ് കർമ്മത്തിനായി അവിടെ ചെല്ലുന്ന ആളുകൾക്ക് ചരിത്രം അറിയുമെങ്കിൽ ഈ ചരിത്രം മറക്കാൻ കഴിയില്ല. ഇതുപോലെ തന്നെ മനുഷ്യത്വത്തിന്റെ മറ്റൊരു ഭാവം കൂടി ഹജ്ജ് കർമ്മം പഠിപ്പിക്കുന്നുണ്ട്. മിന ഹജ്ജിന്റെ ഒരുപാട് സമയം കവർന്നെടുക്കുന്ന ഒരു ഭൂമികയാണ്. അല്ലെങ്കിൽ ഹജ്ജ് കർമ്മത്തിന്റെ നല്ല ഒരു പങ്കും ഹാജിമാർ മിനയിലാണ് ചെലവഴിക്കുക. ദുൽഹജ്ജ് 8-ന് പകലും രാത്രിയും അവർ മിനയിലാണ്. ദുൽഹജ്ജ് 10-ന് വീണ്ടും അവർ മിനയിലാണ് പ്രവേശിക്കുന്നത്. അവർ കഅബയിൽ തവാഫിനും സഅയിനും പോയി കഴിഞ്ഞാലും തിരിച്ചു വരേണ്ടത് മിനയിലേക്കാണ്. 11, 12, 13 ദിവസങ്ങളിൽ പൂർണ്ണമായും ഹാജിമാരും ഹാജമാരും മിനയിലായിരിക്കും. ഈ മിനയിൽ വിശ്വാസികൾ മാത്രമേ അന്ന് ഉള്ളൂ. അതാണ് മിനയുടെ സവിശേഷത.
അവിടെ വിശ്വാസികളല്ലാത്ത ഒരാളുമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിക ആദർശം പ്രഖ്യാപിച്ചവരല്ലാത്ത ഒരാളും മിനാമരുപ്പറമ്പിൽ ഉണ്ടാവുകയില്ല. അവരുമായിട്ടാണ് ഒത്തുജീവിക്കേണ്ടത്, ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുമായിട്ട്. വളരെ പരിമിതമായ സൗകര്യം ഉപയോഗപ്പെടുത്തി ഈ ഹജ്ജിന്റെ ദിനരാത്രങ്ങളിൽ അവിടെ ചെലവഴിക്കണം. പ്രത്യേകിച്ചും ദുൽഹജ്ജ് 8 മിനയിൽ ഹാജിമാർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായ കർമ്മം നിർവഹിക്കാനില്ല. അവർ അവിടെ എത്തുന്നു, അവിടെ വിശ്രമിക്കുന്നു, സമയാസമയങ്ങളിൽ നമസ്കരിക്കുന്നു. 4 റക്അത്തുള്ള നമസ്കാരം പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുചരന്മാരും ഹജ്ജിന് വന്നപ്പോൾ അതാതു സമയത്ത് 2 റക്അത്തായി കസറായിട്ടാണ് നമസ്കരിച്ചത്. നമസ്കാരം പോലും ചുരുക്കി കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയോ പ്രത്യേകിച്ച് കർമ്മങ്ങളോ ഇല്ല. വിശാലമായ സമയമുണ്ട്, ഇഷ്ടം പോലെ സമയം. എന്നാൽ ഈ സമയം അത്രയും എന്തെങ്കിലും ആരാധന നിർവഹിക്കാമെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകമായി ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പ്രത്യേകമായൊരു പ്രാർത്ഥനയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. 4 റക്അത്തുള്ള നമസ്കാരം നന്നായി സമയമെടുത്ത് 4 തന്നെ നമസ്കരിക്കാമെന്നിരിക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൂടെ സ്വദേശികളും വിദേശികളും ഉണ്ടായിട്ട് പോലും അതാത് സമയത്ത് 2 റക്അത്തേ നമസ്കരിച്ചുള്ളൂ. ഇഷ്ടം പോലെ സമയം. ഇത്രയും വിശാലമായ സമയം, ഇത്രയും വിശാലമായ സൗകര്യം ഈ സമയത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ ഒരു മിന പ്രത്യേകിച്ച് ഒരു ആരാധനയും പഠിപ്പിക്കാതെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാഠമുണ്ട്. അള്ളാഹു നിരീക്ഷിക്കുകയാണ് അവിടെ കൂടിയ വിശ്വാസികളെ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആദർശ ബന്ധുക്കളെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന്. നമുക്ക് നമ്മുടെ സ്വന്തം ആദർശ ബന്ധുവിനെ അംഗീകരിക്കാൻ കഴിയുമോ എന്ന് വെറുതെ ചിന്തിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആദർശം പ്രഖ്യാപിച്ച എല്ലാവരും നമ്മുടെ ആദർശ ബന്ധുക്കളാണല്ലോ. കുടുംബ ബന്ധത്തെക്കാൾ പവിത്രമാണ് ആദർശ ബന്ധം. കുടുംബ ബന്ധുത്വത്തെ അതിജയിക്കുന്ന മഹത്തരമായ ഭാവമാണ് ആദർശ ബന്ധുത്വത്തിന് ഇസ്ലാം നൽകിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മുടെ ആദർശ ബന്ധുക്കളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പ്രഖ്യാപിച്ച നമ്മുടെ സ്വന്തം ആദർശ ബന്ധുവിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇസ്ലാം ആവട്ടെ ആദർശ ബന്ധുക്കളെ ഉൾക്കൊള്ളാനാണ് പഠിപ്പിച്ചത്. ഉഖുവത്തിന്റെ, റഹ്മത്തിന്റെ, നസീഹത്തിന്റെ, ഈസാറിന്റെ അഥവാ സാഹോദര്യത്തിന്റെ, കാരുണ്യത്തിന്റെ, ഗുണകാംക്ഷയുടെ, പരക്ഷേമ തൽപരതയുടെ ഉദാത്തമായ ഭാവം വിശ്വാസികൾക്കിടയിൽ കാഴ്ചവെക്കാൻ കഴിയുമ്പോഴേ സ്വർഗത്തിന്റെ ഗന്ധം ആസ്വദിക്കാൻ എനിക്കും നിങ്ങൾക്കും അർഹതയുണ്ടാവുകയുള്ളൂ എന്ന് ഒരുപാട് തിരുവചനങ്ങളിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല. ഇസ്ലാമിന്റെ ഉത്ബോധനങ്ങൾ വളരെ കൃത്യമാണ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരാൾ മുസ്ലിമാകുന്നത് മറ്റു മുസ്ലിമീങ്ങൾ അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതനാകുമ്പോഴാണ്. ഒരാൾ മുസ്ലിമാകുന്നത് മറ്റു മുസ്ലിമീങ്ങൾ ഈ മുസൽമാന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും സുരക്ഷിതനാകുമ്പോഴാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഉദാത്തമായ പാഠമാണ്. മറ്റുള്ളവർ നമ്മുടെ നാവിൽ നിന്ന് സുരക്ഷിതരാവാറുണ്ടോ? നമ്മുടെ കൈ അവരുടെ മേൽ വീഴാതിരിക്കുന്ന അവസ്ഥ സംഭവിക്കാറുണ്ടോ? നമുക്ക് മുസ്ലിമീങ്ങളെ ആദരിക്കാൻ അറിയില്ല. മുസ്ലിമീങ്ങൾ ഒരു ശരീരം പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. തലക്ക് അസുഖം വന്നാൽ ശരീരത്തിന് മൊത്തം അസുഖം ബാധിച്ചതുപോലെ, കണ്ണിന് അസുഖം വന്നാൽ ശരീരം മൊത്തം ഖിന്നയായ അവസ്ഥയിൽ നമുക്ക് കാണാം. വേദനയിൽ പങ്കുചേരുന്നത് പോലെ, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെ. ഇതാണ് ഒരു ശരീരത്തിന്റെ അവസ്ഥ എങ്കിൽ നിങ്ങൾ ലോകത്തുടനീളമുള്ള മുസ്ലിമീങ്ങൾ ഒറ്റ ശരീരമാണ്. അതിൽ ഒരു പാർട്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിൽ വേദനിക്കുന്ന, സഹതപിക്കുന്ന, അതിൽ പങ്കുചേരുന്ന വല്ലാത്ത ഒരു സ്ഥിതിവിശേഷം, അത്രയും ഐക്യം, അത്രയും ഉദാത്തമായ സ്നേഹവായ്പ, അത്രയും ഉഖുവത്തിന്റെ, റഹ്മത്തിന്റെ ഉദാത്തമായ ഭാവം കാഴ്ചവെക്കാൻ കഴിയണമെന്ന്. അങ്ങനെ ഒരു ശരീരം പോലെ നിൽക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. കൽ ബുനിയാൻ, ഒരു ഉറച്ച കോട്ട പോലെ. യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, ആ കോട്ടയിലെ ഓരോ കല്ലും മറ്റതിനെ ബലപ്പെടുത്തും. അങ്ങനെ ഈ കല്ലുകളെല്ലാം ചേർന്ന് ആ കോട്ടയെ സുദൃഢമാക്കി നിർത്തുന്നത് പോലെ മുസ്ലിം സമുദായത്തിലെ ഓരോ അംഗങ്ങളും പരസ്പരം ശക്തിപ്പെടുത്തുന്ന, ഒന്നായി നിലകൊള്ളുന്ന ഉദാത്തമായ ഭാവം, അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷേ ഈ ഉദാത്തമായ ആദർശ ബന്ധുത്വത്തിന്റെ, മനുഷ്യപ്പറ്റിന്റെ ഭാവം നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. നമുക്കിടയിൽ പകയുടെ രാഷ്ട്രീയമാണ് വർത്തിക്കുന്നത്. പകയുടെ രാഷ്ട്രീയം.
നമ്മുടെ സമുദായത്തിലെ നേതാക്കന്മാർക്ക്, നമ്മുടെ പണ്ഡിതന്മാർക്ക്, നല്ല 1% സമുദായ സംഘടനകൾക്ക്, നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് ഈ പകയുടെ രാഷ്ട്രീയം പഠിപ്പിക്കുന്ന വലിയ പങ്കുണ്ട്. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചത്? അവനോട് സലാം പറയരുത്, ഇവനെ പിന്തുണ നമസ്കരിക്കരുത്, മറ്റേ പള്ളിയിൽ പോകരുത്, നമ്മൾ ഇന്ന മദ്ഹബുകാരായതുകൊണ്ട് ആ മദ്ഹബുകാരുടെ പള്ളിയിൽ കയറരുത്. ഇങ്ങനെ പഠിപ്പിച്ചിട്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ മുന്നോട്ട് നയിച്ചത്. ഇങ്ങനെ പഠിപ്പിക്കാൻ ആ സംഘടനകൾക്ക് താല്പര്യമുണ്ടായത്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്തവനെ ഉന്മൂലനം ചെയ്യലാണ് രാഷ്ട്രീയം എന്നാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് വേണ്ടി ബോംബ് നിർമ്മിക്കും. മുസ്ലിം സമുദായക്കാരൻ മുസ്ലിം സമുദായത്തിനെ തെരുവിലിട്ട് പട്ടിയെ പോലെ തല്ലിക്കൊല്ലും. മുസ്ലിം സമുദായത്തിനകത്ത് ആദർശ ബന്ധുത്വത്തിന്റെ പശിമ നിലനിർത്താൻ നമ്മുടെ ആളുകൾ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് മിനയിൽ പോലും നമ്മുടെ ആദർശ ബന്ധുക്കളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. നിസ്സാര വിഷയങ്ങൾക്ക് തല്ലും പിടിയും നടക്കുന്ന ഇടമാണ് മിന എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഉന്തും തള്ളും തിക്കും തിരക്കും സ്ത്രീ സംസർഗവും ഹജ്ജിൽ പാടില്ല. അതോടെ ഹജ്ജ് ഇല്ലാതാവുമെന്ന ഉദാത്തമായ പാഠം പോലും മിനയിൽ പ്രയോഗവൽക്കരിക്കാൻ കഴിയാത്തത്ര സമുദായത്തിനകത്ത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പത്തിവിടർത്തി ആടിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അത് മുഖേന നഷ്ടപ്പെടുന്നത് ഇസ്ലാമാണ്, നമ്മുടെ ആദർശമാണ്, നമ്മുടെ പരലോകമാണ്, നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ ഐക്യമാണ്, ഇസ്ലാമിന്റെ ഉദാത്തമായ ഭാവമാണ്. ഇത് നാം മനസ്സിലാക്കണം. അപ്പോ മനുഷ്യപ്പറ്റിന്റെ ഉദാത്തമായ പാഠങ്ങളാണ് ഈ ഭവനവും കർമ്മവും പഠിപ്പിക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. മൻ സല്ലല്ലാ സ്വലാത്തന വസ്തഖബല ഖിബ്ലതന വഅകല ദബീഹതന ഫഹുവ മുസ്ലിം. കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുകയും നാം നമസ്കരിക്കുന്ന നമസ്കാരം നിർവഹിക്കുകയും ബിസ്മി ചൊല്ലി അറുത്തത് ഭക്ഷിക്കുകയും ചെയ്യുന്നവരൊക്കെ മുസ്ലിമാണ്. അവരോട് നമുക്ക് ബാധ്യതയുണ്ട്. അവർ നമ്മുടെ സ്വന്തം സഹോദരന്മാരാ. അവർക്ക് വേദനിച്ചാൽ നമുക്ക് വേദനിക്കും. ഫിലസ്തീനിലോ ഇറാഖിലോ ഈജിപ്തിലോ എവിടെയോ കിടക്കട്ടെ, ആഫ്രോ ഏഷ്യൻ രാഷ്ട്രങ്ങളിലെ ഏതോ മുക്കുമുലയിലാവട്ടെ, നമ്മുടെ ഒരു സമുദായ അംഗത്തിന് വേദനിച്ചാൽ നമുക്ക് വേദനിക്കുന്ന അവസ്ഥയോളം അത്രയും കൃത്യമായ ആദർശ ബന്ധുത്വത്തിന്റെ രക്തയോട്ടം നമുക്കിടയിൽ ഉണ്ടാകണമെന്നൊരു മതം പഠിപ്പിച്ചിരിക്കെ സ്വന്തം ആദർശ ബന്ധുവിനെ വെറുക്കാൻ പഠിപ്പിക്കുന്ന ഈ വൃത്തികേട് മുസ്ലിം സമുദായത്തിൽ പാടില്ല. സംഘടനകളും രാഷ്ട്രീയങ്ങളും സംവിധാനങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ, മദ്ഹബും അതിന്റെ അടിസ്ഥാനത്തിലെ ചിന്താധാരകളോട് നിൽക്കട്ടെ. അതൊരു പരിധി വരെ നമുക്കാവാം. അതിനപ്പുറത്ത് നാം മുസ്ലിമീങ്ങളാണ്, നമ്മൾ ഒന്നാണ്, നമ്മൾ ഒരേ ആദർശ ബന്ധുക്കളാണ്, നമ്മൾ അള്ളാഹുവിന്റെ സ്വർഗത്തെ പ്രതീക്ഷിക്കുന്നവരാണ്. നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടിടത്ത് ഒന്നായിരിക്കണം. ഇസ്ലാമിന് വിരുദ്ധമായ ഒരു രീതിയും ശൈലിയും നമുക്കിടയിൽ പരസ്പരം പാടില്ല എന്ന് വിശ്വസിക്കാൻ കഴിയാത്തവന്റെ ഒരു ഇബാദത്തും തമ്പുരാനടുക്കൽ സ്വീകാര്യമാവുകയില്ല. അത്രയും കൃത്യമായ പാഠമാണ് മിന പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, മാനവികതയുടെ, മനുഷ്യപ്പറ്റിന്റെ, മനുഷ്യർക്കിടയിൽ നിലനിൽക്കേണ്ടുന്ന വിട്ടുവീഴ്ചയുടെ, സഹിഷ്ണുതയുടെ, സർഗാത്മകമായ ഉൾക്കൊള്ളലിന്റെ ഉദാത്തമായ പാഠങ്ങൾ ഈ ഭവനവും ആ ഭവനത്തിന്റെ പരിസരവും അവിടെ അരങ്ങേറിയ ചരിത്രവും അതിന്റെ ചുറ്റും നടക്കുന്ന കർമ്മവും അതിന്റെ ഓരോ അണു അളവിലും ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ ഈ കൃത്യമായ സൂക്ഷ്മവും സ്ഥൂലവുമായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. ഇതാണ് കഅബയും കഅബയുടെ പരിസരവും അതിനു ചുറ്റും നടക്കുന്ന കർമ്മവും നൽകുന്ന ഏറ്റവും ഉദാത്തമായ രണ്ടാമത് പാഠം. മനുഷ്യർ ഒന്നാണ്. അവർക്കിടയിൽ വിശ്വാസികൾ ഉന്നതമായ സാഹോദര്യ ബന്ധത്തിന്റെ സൂക്ഷിപ്പുകാരാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. നിശ്ചയം വിശ്വാസികൾ സഹോദരന്മാരാണ്, ഏകോദര സഹോദരന്മാർ. അവിധമുള്ള ഇസ്ലാമിന്റെ ഉദാത്തമായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭവനത്തെയും ഭവനത്തിന്റെ പരിസരത്തെ അടയാളങ്ങളെയും അതിനു നടക്കുന്ന കർമ്മങ്ങളെയും യഥാവിധി മനസ്സിലാക്കി അതിന്റെ പാഠങ്ങൾ നമ്മുടെ മണ്ണിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലിൽ, നമ്മുടെ സമുദായങ്ങൾക്കിടയിൽ പ്രയോഗവൽക്കരിക്കാൻ കഴിയുമാറ് നാഥൻ നമ്മെ തുണക്കുമാറാവട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീം.